السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيد المرسلين. الصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. أما بعد. اللهم اغفر لنا وارحمنا ولوالدينا ولجميع المؤمنين والمؤمنات. അപ്പോൾ എന്താ നമ്മൾ പറഞ്ഞപ്പോൾ യോജിപ്പുള്ള ഭർത്താവിനോട് കെട്ടിക്കണം, യോജിപ്പില്ലാത്ത തുല്യനല്ലാത്ത പൊരുത്തല്ലാത്ത വരനോട് കെട്ടിക്കണമെങ്കിൽ എല്ലാവരെയും തൃപ്തി വേണം. പക്ഷെ ഖാദിയെ സംബന്ധിച്ചിടത്തോളം അവൾ തൃപ്തി ഉണ്ടെങ്കിൽ പോലും കുഫ് അല്ലാത്ത ഒരാളോട് കെട്ടിക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അതിൽ കുറച്ച് വിശദീകരണങ്ങളൊക്കെ ഉണ്ട്. എപ്പോൾ അത് രണ്ട് സാഹചര്യങ്ങളുണ്ട്. വലിയ ഉണ്ട് പക്ഷെ പുറത്താണ്, അല്ലെങ്കിൽ കാണാനില്ല. ഇത്തരം സന്ദർഭങ്ങളിൽ അമ്മൽ ഖാദി കാണുന്നുണ്ടല്ലോ അല്ലേ, വൈസബിജുഹാ ബി ഗൈരി കുഫ്ഇൻ എന്നതിൻ്റെ എന്നാണ് മത്തിന്. വലിയ കെട്ടിക്കും, ഖാദി അല്ല, ബിരിലാക്കുലിൻ എല്ലാവരുടെയും തൃപ്തിയോടുകൂടി കെട്ടിക്കാം. അമ്മൽ ഖാദി, അപ്പോൾ ഖാദി ഫലായസ്ഹുലഹു തസ്ബീജുഹാ ലി ഗൈരി കുഫ്ഇൻ, കുഫ് അല്ലാത്തൊരാളോട് ഒരാൾക്ക് അവളെ വിവാഹം ചെയ്ത് കൊടുക്കൽ സ്വഹിയല്ല. വൈൻ റളിയത്ത് ബിഹി, അവൾ തൃപ്തിപ്പെട്ടാലും അലൽ മുഅ്തമദി, പ്രബലമായ പ്രായത്തിൽ. പക്ഷേ ഇപ്പോൾ ഇൻകാനലഹ വലിയുൻ ഗായിബുൻ, സ്ഥലത്തില്ലാത്ത വിദേശത്തുള്ള വലിയാണ് അവൾക്കുള്ളത് എങ്കിൽ, വലിയ ഗായിബായാൽ അയാൾക്ക് വക്കീലൊന്നുമില്ലെങ്കിൽ പിന്നെ കെട്ടിക്കേണ്ടത് ആരാണ്? ഖാദിയാണല്ലോ. ഔ മഫ്ഖൂദുൻ, അല്ലെങ്കിൽ വലിയുണ്ട് പക്ഷേ അയാൾ അപ്രത്യക്ഷനായിരിക്കുന്നു, കാണാതായിരിക്കുന്നു. അപ്പോൾ കാണാതായ വലിയാണുള്ളതെങ്കിൽ അങ്ങനെ ആവുമ്പോഴും കെട്ടിക്കാനുള്ള അധികാരം ആർക്കാണ്? ഖാദിക്കാണ്. എന്തുകൊണ്ട്? അന്നഹു ഖാദി കന്നായിബി അൻഹു, അയാളുടെ ഒരു പകരക്കാരനെ പോലെയാണ്. പകരക്കാരനെ പോലെയാകുമ്പോൾ ഫലാ യത്രുക്കിൽ ഹല്ലലഹു, അയാൾക്ക് വേണ്ടി അയാൾ പരിഗണിക്കേണ്ട, അയാൾക്ക് വേണ്ടി ഗുണകരമായ കാര്യങ്ങളെ ഖാദിക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ല. കുഫിനോട് കെട്ടിക്കുക എന്നുള്ളത് ഒരു ഹല്ലാണല്ലോ, ഒരു പ്രധാനപ്പെട്ട കാര്യമാണല്ലോ. അപ്പോൾ അയാളെ പരിഗണിച്ചുകൊണ്ട് ഒരു സുപ്രധാനമായ കാര്യം ഖാദിക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ല. ഫലാ യത്രുക്ക് എന്നായിക്കോട്ടെ, ആയതിനാൽ നഹിയാണ്, ഖാദി ഉപേക്ഷിക്കരുത്. അൽ ഹല്ല, ഒരു പെണ്ണിന് ഏറ്റവും പ്രധാനമായ ഉപകാരപ്രദമായ കാര്യത്തെ ഉപേക്ഷിക്കരുത്. ലഹു, അയാൾക്ക് വേണ്ടി ഉപേക്ഷിക്കരുത്. അത് അയാളെ അവകാശമാണല്ലോ. അയാൾക്കിപ്പോൾ തൃപ്തി ഉണ്ടോ അല്ലേന്ന് അറിയില്ലല്ലോ കുഫിനോടാണ് കുഫു അല്ലാത്ത ഒരാളോട് കെട്ടിക്കുന്നത്. എന്നാൽ ബഹസ ജംഅ മുതഅഖിറൂൻ, സംഘം പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, ഗവേഷണം ചെയ്തുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്, അന്നഹ, ഈ സ്ത്രീ, ഏത് സ്ത്രീ? വലിയ സ്ഥലത്തില്ലാത്ത, ഗൾഫിലോ മറ്റോ ഒക്കെ ഉള്ള, മറ്റൊരാളെ വക്കീലൊന്നും ആക്കിയിട്ടില്ലാത്ത ഈ സ്ത്രീ, ലൗലം തജിദ്, രക്ഷിതാവ് സ്ഥലത്തില്ല, അങ്ങനത്തെ സ്ത്രീ, അല്ലെങ്കിൽ കാണാതായിട്ടുണ്ട്, അയാളെക്കുറിച്ചുള്ള വിവരമില്ല. അപ്പോൾ മഫ്കൂദ് പറഞ്ഞാൽ വിവരം നഷ്ടപ്പെട്ട ആൾ, കാണുവാനില്ല എന്നൊക്കെ പറയില്ലേ. ലൗലം തജിദ് കുഫ്അൻ, കുഫ് ആയൊരു പെണ്ണിനെ അവൾ എത്തിച്ചില്ല. അതൊരു വിഷയമുണ്ടല്ലോ. കുഫ് അല്ലാത്ത ആളോട് കെട്ടിക്കുക എന്ന് പറയുമ്പോൾ കുഫായ ഒരാളെ കിട്ടാത്തൊരു സാഹചര്യം വരുമല്ലോ, അത് നമ്മൾ പരിഗണിക്കണമല്ലോ. അതുകൊണ്ട് നമ്മൾ പറയാൻ കാരണം കുഫ് അല്ലാത്തവരോട് കെട്ടിക്കാൻ തൃപ്തി ഉണ്ടെങ്കിൽ എന്ന് പറയാൻ കാരണം, കുഫിനെ എത്തിച്ചില്ലെങ്കിൽ മഹാഫത്ത് അൽ ഫിത്ന, വ്യഭിചാരം എന്ന് പറയുന്ന ഫിത്ന അവൾ ഭയപ്പെടുകയുമാണെങ്കിൽ അവിടെ ലസിമൽ ഖാദിയ ഇജാബത്തുഹ, ഖാദിക്ക് അവളുടെ അഭ്യർത്ഥനക്ക് മറുപടി നൽകൽ നിർബന്ധമാണ്. ഖാദി അവളെ കെട്ടിച്ചു കൊടുക്കണം. ലിദ്ദറൂറത്തി, കാരണം അവിടെ ഒരു അത്യാവശ്യമുണ്ട്. വ്യഭിചാരം ഭയപ്പെടുന്ന സമയത്ത്
അടിമസ്ത്രീനെ കെട്ടുക എന്ന് പറയുന്നുണ്ടല്ലോ എന്നതുപോലെ. ഖാല ഷെയ്ഖുന പറഞ്ഞു, വഹു മുത്തജഹുൻ, ഈ പറഞ്ഞ ബഹസ് ന്യായമുള്ളതാണ്. മുദ്റക്കൻ, തെളിവ് നോക്കുമ്പോൾ, ദലീൽ നോക്കുമ്പോൾ ഇതിന് ന്യായമുണ്ട്. കാരണം വ്യഭിചാരം പേടിക്കുക എന്നുള്ളതൊരു സംഗതിയാണല്ലോ. അപ്പോൾ തീരെ വലിയില്ലാത്ത കുട്ടിനെ കെട്ടിക്കേണ്ടത് ആരാണ്? ഖാദിയാണ്. വലിയുള്ള കുട്ടിയെ കെട്ടിക്കുക എന്നുള്ളത് അയാൾക്ക് പകരമായിട്ട് വരുന്ന സ്ഥാനമാണ്. അയാളുടെ സ്ഥലത്തില്ലാത്തതുകൊണ്ടോ വിവരം നഷ്ടപ്പെട്ടതുകൊണ്ടോ ഒക്കെ. അതിമേത്ത് തീരെ വലിയില്ലാത്ത പെൺകുട്ടിൻ്റെ വലിയ പിന്നെ ഖാദിയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അമ്മാമൽ ഇസ്ലാഹ വലിയ നസ്ലം, തീരെ തന്നെ വലിയില്ലാത്ത ഒരാൾ, ഒരു പെൺകുട്ടി, ഇപ്പോൾ തസ്വീജുഹ രണ്ടാമത്തെ മുഖത്തെയാണ്, അവളെ കല്യാണം ചെയ്തേണ്ടത് ഖാദി നി ഐരി കുഫ്വിൻ, കുഫ് അല്ലാത്തവരോട് കെട്ടിച്ചു കൊടുക്കൽ, ബി ത്വരബിഹ, അവൾ ആവശ്യപ്പെട്ടത് പ്രകാരം, തസ്വീജ മിൻഹു, അങ്ങനെ ഒരു ഭർത്താവിനോട് വിവാഹം ചെയ്തു കൊടുക്കാൻ അവൾ ആവശ്യപ്പെട്ടത് പ്രകാരം കുഫ് അല്ലാത്തൊരു വരനോട് ഖാദി അവളെ കെട്ടിക്കൽ എന്താണ്? തസ്വീജു എന്നുള്ളത് ഖബറുടെ സഹീഹാണ് അലൽ മുഖ്താർ, ഞാൻ തിരഞ്ഞെടുക്കുന്ന അഭിപ്രായ പ്രകാരം. ഖിലാഫൽ ഷെയ്ഖൈനി, പക്ഷേ നബവി റളിയല്ലാഹു അൻഹു റാഫിഅ റളിയല്ലാഹു അൻഹു ഇതിനെതിരാണ്. അവർ പറയുന്നത് കെട്ടിക്കാൻ പറ്റില്ല എന്നാണ്. ഷെയ്ഖുന പറഞ്ഞ ഇനി രണ്ട് മസലകളെ കൂടെ പറയാണ് ആക്കിയിട്ട് ഒരു ഉപവിഷയമായിട്ട്. നിർബന്ധിച്ച് കുഫ് അല്ലാത്തൊരു പെണ്ണിനോട്, കുഫ് അല്ലാത്തൊരു ഭർത്താവിനോട് കെട്ടിച്ചു വിട്ടു, അല്ലെങ്കിൽ അവളുടെ കൃത്യമായ മറുപടിയൊന്നും വന്നിട്ടില്ല. കെട്ടിക്കോട്ട് ചോദിച്ചപ്പോൾ കെട്ടിച്ചോ എന്ന് പറഞ്ഞു. അതിനർത്ഥം എന്താ? കുഫിനോട് കെട്ടിക്കണം എന്നല്ലേ. അപ്പോൾ ഒരു അവളിൽ നിന്ന് ലഭിച്ച സമ്മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ, കുഫ് എന്നോ കുഫ് അല്ല എന്നോ അവൾ പറഞ്ഞിട്ടില്ല, സമ്മതം നൽകി, അതിൻ്റെ അടിസ്ഥാനത്തിൽ കുഫ് അല്ലാത്ത ഒരാളോട് കെട്ടിച്ചാൽ അവിടെ നിക്കാഹ് സ്വഹീഹ് അല്ല എന്നാണ്. നോക്കൂ, ലൗ സുബ്ബിജത്ത് മിൻ ഗൈരി കുഫ്വിൻ ബിൽ ഇജ്ബാർ, കുഫ് അല്ലാത്തൊരു വരനോട് അവളെ നിർബന്ധിച്ച് കെട്ടിച്ചാൽ, ഇജ്ബാർ, അജ്ബർ, ഇജ്ബിർ, ഇജ്ബാർ, അല്ലെങ്കിൽ ഔബിൽ ഇതിനി മുത്തലഖി, നിരുപാധിക സമ്മതം. നിരുപാധികം എന്ന് പറഞ്ഞാൽ അൽ മുത്തലഖി അനി തഖീദി ബി കുഫ് ഇൻ ഔ ഗൈരിഹി, സമ്മതം കൊടുത്തപ്പോൾ കുഫിനോട് കെട്ടിച്ചോ എന്നോ കുഫ് അല്ലാത്തവരോട് കെട്ടിച്ചോ എന്നോ ഉപാധി പറയാത്ത, അൽ മുത്തലഖ്, ഉപാധി പറയാത്ത. എന്തുപാധി? അനി തഖീദി, ഉപാധിയെ സമ്മതം, അൽ മുത്തലഖ്, ഒഴിഞ്ഞ സമ്മതം. എന്തിൽ നിന്നൊഴിഞ്ഞ? അതിന് ഉപാധിയിൽ നിന്നൊഴിഞ്ഞ, അഥവാ ഉപാധി ഇല്ലാത്ത. കുഫ് എന്നോ കുഫ് അല്ല എന്നൊന്നും അവൾ പറഞ്ഞിട്ടില്ല, കെട്ടിക്കാൻ സമ്മതം കൊടുത്തിട്ടാണ്. അങ്ങനെ നിരുപാധിക സമ്മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ കെട്ടിച്ചു. ലം യസിഹ തസ്വീജു, ആ വിവാഹം സഹിയല്ല. യാദമി റളിയല്ലാഹു ബിഹി, അവൾക്കത് തൃപ്തിയില്ലാത്ത കാരണം കൊണ്ട്. ഇനി മറ്റൊരു മസല, കുഫ് ആണെന്ന് കരുതിയിട്ട് അയാളോട് കെട്ടിച്ചോ എന്ന് പറഞ്ഞോള്, പക്ഷേ പിന്നീട് മനസ്സിലായി കുഫ് അല്ല. നിക്കാഹ് കഴിഞ്ഞു, അവിടെ നിക്കാഹ് ഫസ്ഖ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. ഫൈൻ അതിനകത്ത് ബി തസ്വീജ, അവളെ കല്യാണം കഴിക്കാൻ അവളെ സമ്മതം കൊടുത്തു. ബിമൻ, ഒരാളോട് കെട്ടിക്കാൻ. ലന്നത്ത്, അവൾ വിചാരിച്ചത് ഹു, അയാളെക്കുറിച്ച് കുഫ് ആണ് എന്നാണ്. ഫബാന ഖിലാഫു, പക്ഷേ കുഫ് അല്ലെന്ന് ബോധ്യമായി. നേരെ വിപരീതം ബോധ്യമായാൽ നിക്കാഹ് സ്വഹിയാകും, അവൾക്ക് ഖിയാറും ഇല്ല. എന്തുകൊണ്ട്? തഫസീലിഹ ബിതർക്കിൽ ബഹസി, അന്വേഷണം ഉപേക്ഷിക്കുക വഴി അവരുടെ ഭാഗത്തിൽ നിന്ന് വീഴ്ച വന്നതിന് വേണ്ടി. ഖസ്വറ എന്ന് പറഞ്ഞാൽ വീഴ്ച വരുത്തിയതാണ്. ബഹസ്, അന്വേഷണം. ഞാൻ പക്ഷേ അവൾക്ക് ഖിയാറുണ്ട്. ബാന മഈബൻ ഔ റഖീഖൻ, ഐബുള്ള ആളാണ് എന്നോ അടിമയാണോ എന്ന് ബോധ്യപ്പെട്ടാൽ, അവിടെ നേരത്തെ അന്വേഷിച്ചുകൂടായിരുന്നോ എന്നൊന്നും പറയാൻ പറ്റില്ല. അവിടെ ഇപ്പോൾ അയാൾ തുറന്ന് പറയണമല്ലോ അത്, അല്ലാതെ ഇത്തരം ഐബുകളൊന്നും മനസ്സിലാവണമെന്നില്ലല്ലോ. പിന്നെ അവൾ ഒരാളോട് കെട്ടിക്കാൻ വേണ്ടി പറഞ്ഞു, കുഫ് ആണെന്ന് കരുതി. കല്യാണം കഴിച്ചപ്പോഴാണ് മനസ്സിലായത് അയാൾക്ക് ഐബുണ്ട്, അവിടെ ഖിയാറുണ്ട്. നേരത്തെ പറഞ്ഞല്ലേ നമ്മളല്ലേ, അവൾക്ക് ഖിയാറുണ്ട്. ബാന, ആ ഭർത്താവിനെ കുറിച്ച് മനസ്സിലായാൽ, മഈബൻ, ഐബുള്ള ആളായിട്ടോ അടിമയായിട്ടോ, അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഫസ്ഖ് ചെയ്യാൻ പറ്റും. നേരത്തെ ഐബിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ.
ഇനി ഇതിൻ്റെ ഒരു പൂർത്തീകരണമാണ്. ഭർത്താവിന് ഭാര്യയിൽ നിന്ന് ഏതെല്ലാം വിധത്തിലുള്ള ഉപകാരങ്ങളെടുക്കാം, സൗകര്യങ്ങളെടുക്കാം. ഭാര്യയുടെ അവകാശം എന്താണ്, ഭർത്താവിൻ്റെ അവകാശം. ആകെ നിക്കാഹിൻ്റെ പാടെന്ന് പറഞ്ഞത് തന്നെ ഇത് പറയാൻ വേണ്ടിയാണല്ലോ. ബാക്കിയൊക്കെ ഇപ്പോൾ സ്ത്രീയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, നിക്കാഹ് ഇടപാട് കഴിഞ്ഞു. ഇനി എന്തൊക്കെയാണ് ഇപ്പോൾ ഒരു ഭാര്യനെ, ഒരു പെണ്ണുമായിട്ട് ഭർത്താവിന് ചെയ്യാൻ പറ്റിയത്? ഇസ്ലാമികമായിട്ട് എല്ലാത്തിനും സമ്പൂർണ്ണമായൊരു നിയമം ഉണ്ടാവുമല്ലോ. പറഞ്ഞിട്ടില്ലെങ്കിൽ അതെന്തേ പറയാഞ്ഞെന്ന് ചോദിക്കും. അപ്പം മനുഷ്യൻ്റെ ഓരോ ചലനങ്ങൾക്കും നിശ്ചലതക്കും അള്ളാഹുവിൻ്റെ ദീനിൽ ഹുക്കുമുണ്ട്. അതിൻ്റെ ഹുക്കും അറിയുമ്പോൾ ചിലപ്പോൾ സുന്നത്തായിരിക്കും, ചിലപ്പോൾ കറാഹത്തായിരിക്കും, ചിലപ്പോൾ ഹറാമായിരിക്കും. അപ്പോൾ ഇതൊക്കെ അറിഞ്ഞാലല്ലേ ഇതൊക്കെ ചെയ്യാൻ പറ്റുക, ചെയ്യാൻ പറ്റാത്തത് എന്ന് പറയാൻ പറ്റുള്ളൂ. പിന്നെ വിവാഹം കഴിക്കുമ്പോൾ പുരുഷന് സ്ത്രീയിൽ നിന്ന് എന്തെല്ലോ ആഗ്രഹിക്കും, സംഭോഗത്തിലും മറ്റുമൊക്കെ. അപ്പോൾ ഏതൊക്കെയാണ് അതിൽ പറ്റുക, ഏതൊക്കെ പറ്റാത്തത്, ഉത്തമമായത്, എങ്ങനെയാണ് അവർ, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഇനി പറയുന്നത്. തത്തിമത്തുൻ യജൂസുലി ജൗജി, ഭർത്താവിന് അനുവദനീയമാണ് കുല്ലു തമത്തൊഇമിന്ന, ഭാര്യയിൽ നിന്നുള്ള എല്ലാ ആസ്വാദനവും ഒന്നൊഴികെ, സിവാ ഹലക്കത്തി ദുബുരിഹ, അവളുടെ പിന്തുവാരം ഒഴികെ. പിന്തുവാരം പറ്റില്ല, അത് വലിയ ഹറാമാണ്. ഹലക്കത്ത് എന്ന് പറയുമ്പോൾ അവിടെ ഉദ്ദേശിക്കുന്നത് വിസർജിക്കുന്ന സ്ഥലം എന്നർത്ഥം. വലോബി മസ്തി ബദരിഹ, അതൊരാൾക്ക് വേണമെങ്കിൽ ബദർ ഈമ്പൽ കൊണ്ടാണെങ്കിലും, സംഭോഗത്തിന് വേണ്ടി അവളുടെ മുന്തുവാരത്തിലെ ബദർ ഈമ്പുക വഴിയാണെങ്കിൽ പോലും ആസ്വദിക്കാം. അവിസ്തിമ്നായും ബിയദിഹ, അല്ലെങ്കിൽ അവളുടെ കൈകൊണ്ട് മൈഥുനം നടത്താം, മനിയ് പുറപ്പെടുവിക്കുകയും ചെയ്യാം. പക്ഷേ ലാ ബിയദിഹി, പക്ഷേ സ്വന്തം കൈകൊണ്ട് ഇന്ദ്രിയം പുറപ്പെടുവിക്കാൻ പറ്റില്ല, ശുക്ലം പുറപ്പെടുവിക്കാൻ പറ്റില്ല. ഇസ്തിമ്നാഗ് എന്ന മനിയ് പുറപ്പെടുവിക്കും. വൈൻ ഖാഫസിന, വ്യഭിചാരം ഭയപ്പെട്ടാൽ പോലും സ്വന്തം കൈകൊണ്ട് ഇസ്തിമ്നാ ചെയ്യാൻ പാടില്ല, അത് ഹറാമാണ്. ഖിലാഫലി അഹ്മദ്, ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു ഈ വിഷയത്തിൽ വ്യഭിചാരം ഭയപ്പെടുന്ന സാഹചര്യമുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, കൈകൊണ്ട് ഇസ്തിമ്നാഹ് ചെയ്യാൻ പറ്റും എന്ന അഭിപ്രായമുണ്ട്. വലഫ്തിലാലിംബി അലബിസ്ബൈൻ, വിരൽ കൊണ്ട് സ്ത്രീ കന്യകത്വം നഷ്ടപ്പെടുത്തലും പാടില്ല, ഹറാമാണ്. ലാ എന്ന് പറഞ്ഞാൽ ലാ യജൂസു എന്നർത്ഥം, ലാ യജൂസു. ഇഫ്തിലാലുൻ ബിസ്ബൈൻ, ഭാര്യയുമായി കളികളിൽ ഏർപ്പെടാവുന്നതാണ്, കാര്യം മാത്രമേ പറ്റുള്ളൂ, അങ്ങനൊന്നുമില്ല. ഈസന്ന് മുലാഅബത്തു സൗജിത്ത്, ഭാര്യയുമായി ചിരികളി, തമാശ, എന്തേലും പറയാം, നദിക്രീഡകൾ എന്നൊക്കെ മലയാളത്തിൽ പറയുന്ന അതിലൊക്കെ ഏർപ്പെടാം. ഈനാസൻ, ഒരു സന്തോഷത്തിന് വേണ്ടി, നേരം പോക്കിന് വേണ്ടി. അതൊന്നും ഇപ്പോൾ ഒഴിവാക്കിയ സമയമോ നഷ്ടപ്പെടുത്തിയ സമയമൊന്നുമല്ല. കളിയും തമാശയും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ ഒരാളുടെ സ്വകാര്യതയിൽ വെച്ചുകൊണ്ട്, അത് ഈനാസിന് വേണ്ടി സുന്നത്താണ്. അപ്പോഴല്ലേ ജീവിതത്തിന് സന്തോഷം ഉണ്ടാവുള്ളൂ. അല്ലാതെ മനുഷ്യന് 10 മാത്രം ചെയ്ത് 2-3 മിനിറ്റ് മാത്രം അതിന് ഉപയോഗപ്പെടുത്തി ബാക്കിയുള്ള സമയം ഭയങ്കര മെയ്ത്തും വായനയൊക്കെ ആയിട്ട് ഇങ്ങനെ ആയാൽ പിന്നെ കല്യാണം കഴിക്കുന്നതിനാ. അപ്പോൾ ഈനാസിന് വേണ്ടി, ഈനാസ് എന്ന് പറഞ്ഞാൽ മഫൂൽ ലഹുവാണ്. ഭാര്യയുമായി ലഅബ്, കളിക്കുക എന്നാണ്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കലൊക്കെ സുന്നത്താണ്. ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓട്ടമത്സരം നടത്തി പറഞ്ഞിട്ടില്ലേ ആയിഷ ബീവിനായിട്ട്. ആദ്യം ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ തോറ്റു അല്ലേ, ജയിച്ചൊക്കെ. രണ്ടിലൊരാൾ തോറ്റു. എങ്ങനെയാണ് ഉള്ളത്, ആദ്യത്തെ ജയിച്ചു, രണ്ടാമത്തെ തോറ്റൊക്കെ എന്തോ ആണ്, ഓർമ്മ കിട്ടുന്നില്ല. ഏതായാലും സംഭവം ഉണ്ടായിട്ടുണ്ടല്ലോ, നല്ല ദൂരത്തിലാണ് ഓടിയത്. അപ്പോൾ കളിക്കുക, അങ്ങനത്തെ ലഅബ് എല്ലാം പറ്റും. ഭാര്യയുമായിട്ടുണ്ടാവുമ്പോൾ അതിന് ഈനാസ് കിട്ടും, നേരം പോക്കും സന്തോഷവും കിട്ടും. ഷട്ടിൽ ബാറ്റോ ഫുട്ബോളോ ക്രിക്കറ്റോ, ഇനി റൂമിൻ്റെ പുറത്തിറങ്ങിയിട്ടോ റൂമെന്നോ എങ്ങനെയായാലും പന്ത് കളിക്കുക, തല്ലുകൂടെയൊക്കെ ചെയ്യാം. വല്ല യുഹല്ലിയഹ അനിൽ ജിമായി കുല്ല 40 ലയാലി മറത്തൻ, 4 രാത്രികളിൽ നിന്ന്
എല്ലാ 4 ദിവസങ്ങളിലും ഒരു വട്ടമെങ്കിലും ജിമാഅ് ചെയ്യണം. ആ ജിമാഅ് ഒഴിവാക്കാതിരിക്കൽ സുന്നത്താണ്. യുഹല്ലിയഹ, അവളെ ഒഴിവാക്കാതിരിക്കൽ ജിമാഅയിൽ നിന്ന്. കുല്ല 40 ലയാലിൻ, എല്ലാ 4 രാത്രികളിലും മറത്തിന് ഒരു വട്ടമെങ്കിലും വിലാവതിന് കാരണമില്ലാതെ ഒഴിവാക്കാതിരിക്കൽ സുന്നത്താണ്. കാരണം ഉണ്ടെങ്കിൽ ഒഴിവാക്കലായിരിക്കും സുന്നത്ത്. ആരോഗ്യവും സുഖം, സന്തോഷം, അങ്ങനെ പല കാരണങ്ങളും ഉണ്ടാവും. ഒരു കാരണവും ഇല്ലെങ്കിൽ 4 ദിവസത്തിൽ ഒരിക്കലെങ്കിലും ബന്ധപ്പെടൽ സുന്നത്താണ് എന്നർത്ഥം. യതഹറാബിൽ ജിമായി, സഹറിൻ്റെ നേരത്ത് ജിമാഇനെ ഉദ്ദേശിക്കലും സുന്നത്താണ്. തഹറ കരുതുക എന്നാ, തഹറ യതഹറ, അതിനെ പ്രത്യേകമായിട്ട് കരുതി വെക്കുക എന്നർത്ഥം, ആ സമയത്ത് തന്നെ ജിമാഇ ചെയ്യാൻ വേണ്ടി. അതുപോലെ യുംഹിര, അയാൾ അവൾക്ക് സമയം നൽകലും സുന്നത്താണ്. തുൻസില, അവൾക്കും ഇന്ദ്രിയം പുറപ്പെടുന്നതിന് വേണ്ടി. എപ്പോൾ ഇതാ തഖദ്ദമ ഇൻസാലുഹു, പുരുഷൻ്റെ ഇൻസാലാണ് ആദ്യം നടക്കുന്നത് എങ്കിൽ, തഖദ്ദമ മുന്തിയാൽ ഇംഹാൽ അംഹല, ഒന്ന് വെയിറ്റ് ചെയ്യുക, സന്തോഷം കൊടുക്കൽ, സാവകാശം കൊടുക്കൽ സുന്നത്താണ്. ഇനി ജാമിയഹ ഇന്ദൽ ഖുദൂമി മിൻ സഫരി, യാത്രയിൽ നിന്ന് മുന്നിട്ട് വരുമ്പോൾ അവർ ജമാഅ ചെയ്യൽ സുന്നത്താണ്. അതൊരു പ്രത്യേകമായ സുന്നത്താണ്. ജാമിയഹ, പെരേക്കാട് കയറുമ്പം തന്നെ നടത്തൊന്നുമില്ല കേട്ടോ അതിന്. അതിനൊക്കെ സമയവും കാലമൊക്കെ ഉണ്ട്. ഖുദൂമിൻ്റെ നേരത്ത് ജമാഅ ചെയ്യൽ സുന്നത്താണ്. ഇവിടുന്ന് യാത്രയിൽ നിന്ന്, അതായത് ഭാര്യയുമായി ഒരുപാട് കാലം പിരിഞ്ഞു നിൽക്കുന്നൊരു സാഹചര്യം എന്നാണ് ഉദ്ദേശിച്ചത്. പിന്നെ യാത്രക്കാരന് ചിലപ്പോൾ ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ ഞാൻ 2 ദിവസം കിടന്നുണക്കണ്ടേന്ന് പറയരുത്, ഭാര്യയ്ക്ക് ഇപ്പോൾ ഉണ്ടാവില്ലല്ലോ എന്നാണ് ഇപ്പോൾ ഇന്ന് മനസ്സിലാണത്. യതതൊയ്യബ, 2 പേരും സുഗന്ധം ഉപയോഗിക്കൽ സുന്നത്താണ്. ഖശയാനി, വത്തുവിനാണ്. ഖശയാൻ എന്ന് പറഞ്ഞാൽ വത്ത് എന്നാണ് അർത്ഥം. അറബിയിലുള്ള വേറെ പദമാണ്. വാങ്ങിക്കൂന കുല്ലുൻ, ഓരോരുത്തരും ഇപ്രകാരം പറയലും സുന്നത്താണ്. വലോമാൻ യഹ്സി, അനിൽ പരിധി, കുട്ടികളുണ്ടാകുമെന്ന പ്രതീക്ഷ ഇല്ലെങ്കിലും, കുട്ടികളുടെ കാര്യത്തിൽ നിരാശയാണെങ്കിൽ പോലും, ഗർഭപാത്രം തന്നെ അല്ല, അല്ലെങ്കിൽ വാർദ്ധക്യമാണ്, ഭാര്യ ചെറിയ കുട്ടിയാണ്, അങ്ങനെയൊക്കെ ആകാലോ, അല്ലെങ്കിൽ ഗർഭമുണ്ട് എന്നൊക്കെ, ഭാര്യയ്ക്ക് ഗർഭമുണ്ട്, ഇപ്പം കുട്ടി ഉണ്ടാവുന്ന വേറെ പ്രതീക്ഷയൊന്നുമില്ലല്ലോ. അപ്പോൾ കുട്ടിയുടെ കാര്യത്തിൽ നിരാശയാണെങ്കിൽ പോലും പറയൽ സുന്നത്താണ്. ബിസ്മില്ലാഹി അല്ലാഹുമ്മ ജന്നിബ്ന ശൈത്വാന വ ജന്നിബി ശൈത്വാന മാ റസഖ്തന എന്ന് പറയാം. ബിസ്മില്ലാഹ് എന്ന് പറയാം. അള്ളാഹുവിൻ്റെ നാമം ഒരു സുന്നത്തായ കാര്യമാണല്ലോ. അപ്പോൾ ബിസ്മില്ലാ, അള്ളാഹുവെ ജന്നിബ്ന ശൈത്വാന, പിശാച്ചിനെ ഞങ്ങളിൽ നിന്ന് നീ അകറ്റണമേ. വ ജന്നിബി ശൈത്താന, പിശാച്ചിനെ നീ അകറ്റണം. മാ റസഖ്തന, ഞങ്ങൾക്ക് നൽകുന്ന സന്താനങ്ങളിൽ നിന്നും എന്ന് പറയാം. ഇപ്പോൾ സന്താനങ്ങളില്ലെങ്കിലും നിരാശയാണെങ്കിലും പറയണം. ഇത് ഇൻസാലിൻ്റെ നേരത്ത് ഹൃദയത്തിൽ വളരെ സത്യസന്ധമായ രീതിയിൽ മനസ്സിൽ കൊണ്ടുവരൽ പ്രത്യേക സുന്നത്തുണ്ട് എന്നാണ്. ഒരു കുട്ടികളെ കണ്ടാണെന്ന് ആഗ്രഹിക്കുന്നൊരു സമയം ഉണ്ടാവില്ലേ, അപ്പോൾ ഇൻസാലിൻ്റെ നേരത്ത്, മനീ പുറപ്പെടുന്ന നേരത്ത് മനസ്സിൽ നല്ല ഉദ്ദേശത്തോടു കൂടി ഇങ്ങനെ പ്രത്യേകമായിട്ട് ഈ നീയത്ത് കൊണ്ടുവരൽ പ്രത്യേകമായ സുന്നത്താണ്. കാരണം അത് കുട്ടികൾ സ്വാലിഹാകാൻ കാരണമാകുമെന്നാണ്. ഇനി സംഭോഗ സുഖത്തിന് വേണ്ടി മറ്റും മരുന്ന് കുടിക്കാൻ പറ്റുമെന്നാണ്, അതും നല്ല തന്നെ. തഖബ്ബീലഹു, ഒരാൾ കരുത്ത് നേടൽ, ബി അദ്വിയത്തിന് മുബാഹത്തിന്, അനുവദനീയമായ മരുന്നുകൾ കൊണ്ട്, അഥവാ വൈദ്യശാസ്ത്രപരമായിട്ട് അനുവദിക്കണം കേട്ടോ, സൈഡ് എഫക്റ്റും മറ്റൊന്നുള്ളതാവരുത്. നല്ല പോഷക സമൃദ്ധമായ ഭക്ഷണങ്ങൾ ഒക്കെ കലർത്തിയിട്ടുള്ള മരുന്നുകളായിരിക്കണം എന്നർത്ഥം. ജ്യൂസോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേകമായ ഭക്ഷണമോ ഇറച്ചിയോ അങ്ങനെയൊക്കെ ഏതെങ്കിലുമൊക്കെ അതിന് സ്പെഷ്യലായിട്ടുണ്ടാവില്ലേ, സ്പെഷ്യലായിട്ടുള്ള മരുന്നുകളെ കൊണ്ടൊക്കെ ജിമാഇന് വേണ്ടി ശക്തി നേടൽ. ബി ഖസ്തിൻ സാലി, നല്ല ഉദ്ദേശത്തോടെ, ഉദാഹരണം ഇഫത്തിൻ, ശുദ്ധത കൈവരിക്കുക എന്നുള്ളതാണ്. നസ്ലിൻ, സന്താനങ്ങളെ നേടുക എന്നുള്ളതൊക്കെ. ഇങ്ങനെ ശക്തി കൈവരിക്കൽ വസീലത്തുൽ മഹബൂബി, നല്ല ഒരു കാര്യത്തിനുള്ള മാർഗ്ഗമാണല്ലോ, ഒരു പുണ്യകരമായ കാര്യത്തിന് വേണ്ടിയുള്ള ഒരു മാർഗം സ്വീകരിക്കലാണല്ലോ. ആയതിനാൽ ഫല്യക്കും മഹബൂബൻ, ഈ മരുന്ന് കഴിച്ച് ശക്തി നേടലും സുന്നത്താവട്ടെ. ഏത് നല്ല കാര്യത്തിന് വേണ്ടിയും സ്വീകരിക്കുന്ന കാര്യങ്ങളും സുന്നത്ത് തന്നെയാണല്ലോ. ഒരാൾക്ക് ജിമാഅ് ചെയ്യുമ്പോൾ റാഹത്ത് കിട്ടാൻ വേണ്ടി, കൂടുതൽ സുഖം കിട്ടാൻ വേണ്ടിയാണ്. അത് കിട്ടിയിട്ടില്ലെങ്കിൽ അയാൾക്ക് അതിനാൽ ചില പ്രശ്നങ്ങളുണ്ടാകും,
അയാൾ മറ്റുള്ളിടത്തേക്കൊക്കെ തേടി പോകുന്നൊരു സാഹചര്യം വരും. ആണോ പെണ്ണോ രണ്ടാളെ കാര്യത്തിലായി പറയുന്നത്. ഭർത്താവിന് നന്നായിട്ട് സന്തോഷിപ്പിക്കണം, അതിന് കഴിയുന്നില്ല. എന്തുകൊണ്ട്? ആരോഗ്യത്തിൽ വേണ്ട പോലെ അഭിവൃദ്ധി ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ അവളെന്ത് ചെയ്യാണ്? പ്രത്യേകം മരുന്നും മറ്റുമൊക്കെ കഴിച്ചിട്ട് അതിനു വേണ്ടി ഒരുങ്ങി തയ്യാറാകൽ സുന്നത്താണ്. ഭർത്താവ് അങ്ങനെ തന്നെ ഭാര്യനെ വേണ്ട പോലെ തൃപ്തിപ്പെടുത്താൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ അവൾക്ക് അതിൽ ഭയങ്കരമായൊരു ആനന്ദം കണ്ടെത്തണം എന്നുള്ളൊരു സന്തോഷമുണ്ട്. അതിനാണ് മനുഷ്യൻ കല്യാണം കഴിക്കുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ ഒരു ഇബാറത്തിൽ പ്രത്യേക രീതിയിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ തഖബി ലഹു മരുന്ന് ഉപയോഗിച്ചിട്ട് ശക്തി നേടൽ, തഖബി എന്ന് പറഞ്ഞാൽ ഖുവ്വത്ത് നേടൽ. വസീലത്തുൽ മഹബൂബിന് ഒരു സുന്നത്തായ കാര്യത്തിനുള്ള ഒരു മാർഗം സ്വീകരിക്കലാണല്ലോ. ആയതിനാൽ മറ്റുള്ള കാര്യങ്ങളെപ്പോലെ ഫലക്കുൽ മഹബൂബൻ ഇതും സുന്നത്താവട്ടെ. ഫീമായ ദഹറു മനസ്സിലാക്കി തരുന്ന ഫുഖഹാവിൻ്റെ അഭിപ്രായത്തിന് മനസ്സിലാകുന്ന പ്രകാരം മൂപ്പരെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാവുന്നൊരു ഇബാറത്ത് പറഞ്ഞതാണ്. പുണ്യകരമായ കാര്യങ്ങൾക്ക് മാർഗങ്ങൾ സ്വീകരിക്കുന്നതും പുണ്യമാണെന്ന് ഇതിൻ്റെ കൂട്ടത്തിൽ വേറെ പറയണം. ഖാലഹു ശൈഖുനാ, ഇത് ഉസ്താദ് പറഞ്ഞിട്ടുണ്ട്. വയഹറും അലൈഹ മൻഹു മിൻ ഇസ്തിംതാ, അനുവദനീയമായ ആസ്വാദനങ്ങളെ തൊട്ട് ഭർത്താവിനെ തടയൽ ഹറാമാണ്. ഭർത്താവിനിങ്ങനെ തൊട്ടിട്ടോ കളിച്ചിട്ടോ ഒക്കെ എങ്ങനെ എന്തെങ്കിലും ആസ്വദിക്കാൻ ആഗ്രഹമുണ്ട് നിൽക്കുക, അപ്പോൾ തടയാൻ പാടില്ല. നിങ്ങളവിടെ പോയി കിടന്നോളൂ, ഇവിടെ പോയി കിടന്നോളൂ എന്നൊന്നും പറയാൻ പാടില്ല. വൈക്രഹ്ലഹ, ഇനി അവൾക്ക് കറാഹത്താണ് തസിഫൽ സോജിഹ ഔ ഗൈരിഹ, ഭർത്താവിനോ വേറെയുള്ള ഏതെങ്കിലും ആൾക്കാർക്ക് വിരിച്ചു കൊടുക്കൽ. ഇമ്രാത്തൻ നുഹ്റ, മറ്റൊരു പെണ്ണിനെ കുറിച്ച് അവൾ അങ്ങനെയാണ്, വേണ്ടത് തടിച്ചിട്ടാണ്, സുന്ദരിയാണ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഭർത്താവിനോ മറ്റോ വേറൊരു സ്ത്രീയെക്കുറിച്ച് വർണ്ണിച്ചു കൊടുക്കുക എന്നിട്ടല്ല, പേരും അഡ്രസ്സും പറഞ്ഞു കൊടുക്കുക എന്നല്ല പ്രശ്നം. വർണ്ണിച്ചു കൊടുക്കുക പെണ്ണിൻ്റെ സൗന്ദര്യം മറ്റും ഈ ഗൈരി ഹാജത്തിന് ഒരാവശ്യമില്ലാതെ. ആവശ്യമുണ്ടെങ്കിൽ പറ്റും, ഒരു കെട്ടിക്കണ ആവശ്യമാണ് മറ്റുമാണ്, അപ്പോൾ പറ്റും. വലഹുൽ വത്തു ഫീ സമനിൻ, ഇനി വത്ത് ചെയ്യാം ഫീ സമനിൻ, ഒരു സമയത്ത്. യാലുമു ദുഖൂല വക്തിൽ മക്തൂബത്തി, ഫർദ് നിസ്കാരത്തിന് സമയം പ്രവേശിക്കുമെന്ന് ഉറപ്പുള്ള ഒരു സമയത്ത് വത്ത് ചെയ്യാം. ഫീഹി, ആ സമയത്ത്. ഖുറൂജി ഹൈ ഖബൽ വുജൂദിൽ മായി, ആ നിസ്കാരത്തിൻ്റെ സമയം പുറപ്പെടുമെന്നും വെള്ളം ഉണ്ടാകുന്നതിന് മുമ്പ്, അപ്പോഴും വത്ത് ചെയ്യാവുന്നതാണ്. വത്ത് ചെയ്യലാണ് ഇതിനെയാണല്ലോ. സംസ്കാരത്തിൻ്റെ സമയമായിട്ട് എന്ത് ചെയ്യുക? ഫർദ് നിസ്കാരത്തിൻ്റെ സമയമായിട്ടുണ്ടെങ്കിലും വത്ത് ചെയ്യാം. ഇനിയിപ്പോൾ വെള്ളം ഒന്നും ഇല്ലാത്ത സാഹചര്യമാണ്, വെള്ളം ഉണ്ടാണെങ്കിൽ ഇനി സമയം കഴിഞ്ഞിട്ട് വേണ്ടി വരും നിൽക്കുക, എന്നാലും വത്ത് ചെയ്യാവുന്നതാണ്. വലഹു, ഒരു സംശയത്തിന് മറുപടിയാണ്. ഫീ സമനിൻ, ഒരു സമയത്ത്. യാലമു, അവനറിയാം, ദുഖൂല വക്തിൽ മക്തൂബത്തി ഫീഹ, ആ സമയത്ത് ഫർദ് നിസ്കാരത്തിന് സമയം പ്രവേശിക്കുമെന്നും ഖുറൂജഹു, ആ സമയം പുറപ്പെടുമെന്നും ഖബല വുജൂദിലുമായി, കുളിക്കാനുള്ള വെള്ളം കിട്ടുന്നതിന് മുമ്പ്. അല്ലെങ്കിൽ ഔ അന്നഹാല തഖ്തസിന അഖിബഹു വ തുഹവ്വിതു സലാ, ജിമാ കഴിഞ്ഞാൽ ഉടനെ കുളിക്കൂല എന്നും നിസ്കാരം അവൾ നഷ്ടപ്പെടുത്തും എന്നറിഞ്ഞാൽ പോലും വത്ത് ചെയ്യാവുന്നതാണ്. അത് അവളുടെ ഉത്തരവാദിത്തമല്ലേ. വത്ത് എന്നുള്ളത് അനുവദനീയമായ ഒരു കാര്യമാണല്ലോ. ഔ അന്നഹ, അവളില്ലാ തഖ്തസിന അഖിബഹു, വത്ത് ചെയ്ത് ഉടനെ കുളിക്കൂല എന്നും തുഹവ്വിതു സലാ, നിസ്കാരം നഷ്ടപ്പെടുത്തുമെന്നും അയാൾക്ക് ഉറപ്പുണ്ട്. അത്തരം സന്ദർഭത്തിൽ പോലും ഒരാൾക്ക് വത്ത് ചെയ്യാവുന്നതാണ്. അതിൻ്റെ ഉത്തരവാദിത്തം അവൾക്കാണ്. അല്ലാഹുമ്മ ജഅൽനാ മിൻ ഇബാദില്ലാഹി സ്വാലിഹീൻ. അല്ലാഹുമ്മ അശ്ർനാ ഫി ജന്നതിക്കൽ ഫിർദൗസ്. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയ്യാതിനാ ഖുർറത അയ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.